മലപ്പുറത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന എംപോക്സ് ക്ലേഡ് 1 വകഭേദമെന്ന് കേന്ദ്ര സർക്കാർ. ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വകഭേദമാണിത്. യുഎഇയിൽ നിന്നും വന്ന 38 വയസ്സുകാരൻ നിരീക്ഷണത്തിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും സിബി ജോസഫും മലപ്പുറത്തു നിന്ന് KT സ്വാലിഹും ചേരുകയാണ്. ആദ്യം സിബിയിലേക്ക് പോകുന്നു. സിബി, ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഈ വകഭേദം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ? ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വകഭേദം ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് എംപോക്സ് ഇതിൽ അത് ഗ്രേഡ് 1, അതായത് ഇതിൽ മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംപോക്സ് പുതിയ വകഭേദമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് പുതിയ വകഭേദം ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ദില്ലിയിൽ വെച്ച് ഒരു ഹരിയാന സ്വദേശിയായ 26-കാരനാണ് ഇത്തരത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. അത് പഴയ വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മലപ്പുറത്ത് സ്ഥിരീകരിച്ച യുവാവിന് ക്ലേഡ് 1B വകഭേദമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു എംപോക്സിന്റെ എല്ലാ നിലയും വകഭേദത്തിന്റെ വ്യാപനം ചൂണ്ടിക്കാട്ടി ലോകാരോഗ്യ സംഘടന നേരത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ ഒരു രോഗി ഇപ്പോഴും വളരെ വലിയ സൂക്ഷ്മമായി നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലേഡ് 1B വൈറസ് ബാധ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകഭേദം ഉണ്ടെങ്കിൽ തന്നെയും ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നേരിട്ട് രോഗിയുമായിട്ടുള്ള സമ്പർക്കം മൂലമോ മറ്റെന്തെങ്കിലും അതുമൂലം മാത്രമാണ്, അല്ലെങ്കിൽ കോവിഡ് വ്യാപനം പോലൊരു വ്യാപനം ഉണ്ടാകുന്ന രോഗമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ 38-കാരനായ മലപ്പുറം സ്വദേശിക്കായിരുന്നു ഈ സെപ്റ്റംബർ 18-ന് രോഗം സ്ഥിരീകരിച്ചത്. പനി ബാധിച്ചാണ് യുവാവ് ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയത്. പിന്നീട് അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ ഒരു തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇതിൽ എംപോക്സ് സംശയം ഉണ്ടാക്കിയത്. തുടർന്ന് ഈ രോഗസ്ഥിരീകരണത്തിനായി സ്രവ സാമ്പിളുകൾ ഇത്തരത്തിൽ അയക്കുകയായിരുന്നു. എന്തായാലും ഒരു വസൂരി പോലെയുള്ള ഒരു വൈറസുകളുടെ ഒരു വിഭാഗമാണ് ഈ ഒരു എംപോക്സ് വൈറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മലപ്പുറത്തെ പരിശോധനാ ഫലത്തിന്റെ സ്ഥിരീകരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നു. അതിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രാജ്യത്ത് ആദ്യം സ്ഥിരീകരിക്കുന്ന ഈ വകഭേദം ആഗോള അടിയന്തരാവസ്ഥ മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിലോ അങ്ങനെയുള്ള വിവരങ്ങൾ വല്ലതും വരുന്നുണ്ടോ? നിലവിൽ മറ്റുള്ള അറിയിപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഈ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അതേ ആശങ്ക ഉണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ്, ആ വകഭേദം തന്നെയാണ് മലപ്പുറത്തുകാരനായ സ്വദേശി 38-കാരന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എങ്കിൽ പോലും ഇതിൽ ഈ രോഗിയുമായി നേരിട്ട് സമ്പർക്കമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് സ്രവങ്ങൾ മറ്റുമെല്ലാം നിലയും ശരീരത്തിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു രോഗം വ്യാപനം ഉണ്ടാകുള്ളൂ. COVID-19 പോലെ ഒരു വ്യാപനം ഉണ്ടാകുന്ന ഒരു രോഗമല്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒരു വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ലോകാരോഗ്യ സംഘടന എല്ലാ നിലയും ഈ എംപോക്സിനെ അന്താരാഷ്ട്ര ആശങ്കയുടെ ഒരു പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി നിയമിച്ചത് മുതൽ ഇന്ത്യയിൽ ഏകദേശം 30ഓളം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു ഈ ക്ലേഡ് 2 അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പോസിറ്റീവ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇത് രാജ്യത്ത് ആദ്യമായിട്ടാണ് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത്. ശരിയാണ് സിബി പറഞ്ഞതുപോലെ ഈ ക്ലേഡ് 1 വകഭേദം രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിക്കുന്നത് മലപ്പുറത്താണ് എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഉണ്ട്. KT സ്വാലിഹ് കൂടിയുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ടായിരുന്നു സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് ഈ രോഗി എന്നുള്ളത്. നിലവിൽ മറ്റാശങ്കകളില്ല എന്ന് പറയുന്നു. പക്ഷേ വകഭേദം ക്ലേഡ് 1 ആണ് എന്നറിയുമ്പോൾ എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങൾ? അശ്വിത, നിലവിൽ തുടരുന്ന ജാഗ്രത തന്നെയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒതായി സ്വദേശിയാണ്, മലപ്പുറം എടവണ്ണ ഒതായി സ്വദേശിയാണ് ഇയാൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. പനി ബാധിച്ചാണ് ഇയാൾ ചികിത്സ തേടുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള തടിപ്പുകളും കുമിളകളും ഒക്കെ ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ത്വക്ക് രോഗ വിഭാഗത്തിൽ ചികിത്സ തേടുന്നത്. അവിടെയുള്ള ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് സ്രവം ശേഖരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് അയച്ചത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത് എംപോക്സ് ആണ് എന്ന് സ്ഥിരീകരിച്ചത്.
ഇയാൾ നാട്ടിലെത്തിയതിനു ശേഷം വലിയ ജാഗ്രത പുലർത്തിയിരുന്നു. ഏതാണ്ട് ക്വാറന്റൈൻ പോലെ തന്നെ ആയിരുന്നു. കൂടുതൽ പേരുമായൊന്നും സമ്പർക്കമുണ്ടായിട്ടില്ല. നേരിട്ട് സമ്പർക്കമുള്ള വളരെ അടുത്ത ഇടപഴകിയാൽ മാത്രമേ സ്പർശനം ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ഈ രോഗം മറ്റൊരാളിലേക്ക് പകരുക എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്. 27 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ. ഇയാളുമായി സമ്പർക്കമുണ്ടായ ഇയാൾ സഞ്ചരിച്ച വിമാനത്തിലെ സീറ്റിന്റെ 3 റോ മുൻപിലും അതുപോലെ തന്നെ പുറകിലുമുള്ള ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തി 27 പേരോട് സ്വയം നിരീക്ഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതെല്ലാം തന്നെ 2B കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഇത് 1B എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ കൂടുതൽ സമ്പർക്കമോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ വലിയൊരു ആശങ്കയുടെ സാഹചര്യം നിലവിലില്ല. ഇയാൾ ദുബൈയിൽ നിന്നാണ് നാട്ടിലെത്തിയിരുന്നത്. വീട്ടുകാരുൾപ്പെടെയുള്ളവർക്ക് നിലവിൽ മറ്റു രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. KT സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ സിബി ജോസഫ്. മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംബോക്സ് ക്ലേഡ് 1 എന്ന വിഭാഗത്തിൽപ്പെടുന്ന വകഭേദമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു.